ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഒരു നോ ഓയിൽ ചിക്കൻ എന്നൊക്കെ പറയാം. ഡയറ്റ് ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അളവിലുള്ള ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എടുക്കാം. അത് ബോൺലെസ് ആയിട്ടോ ബോണുള്ള പീസായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് കുറച്ച് വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി എരിവിനായിട്ട് പച്ചമുളക് ചേർക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം പച്ചമുളകിൻ്റെ അളവിൽ. ഇനി പച്ചമുളക് ചേർത്തതിന് ശേഷം 2 സ്ലൈസ് നാരങ്ങ ചേർക്കുന്നുണ്ട്. പൊടിയായിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് കൂടി ചേർക്കുമ്പോൾ നിങ്ങളുടെ പാകത്തിനുള്ള എരിവിനനുസരിച്ച് അത് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ആവി കയറുമ്പോൾ തന്നെ ഇത് ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരും. നമ്മൾ ഈ ഒരു ചിക്കൻ വേവിച്ചെടുക്കുന്നത് ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിലേക്ക് എണ്ണയോ വേറെ ഇനി ഒരു മസാലകളോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇങ്ങനെ കാണുമ്പോൾ ഇതിന് വലിയ ടേസ്റ്റ് ഇല്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് കുക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക ഫ്ലേവറും നല്ലൊരു രുചിയും തന്നെയാണ്. ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് സ്റ്റീം കയറിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതിനകത്ത് ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും അതിൻ്റെ കൂടെയുള്ള ബാക്കി ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും കൂടി ഒന്ന് നന്നായിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത്. ഒരു 10 മിനിറ്റ് നേരം കൂടെ വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം പിന്നീട് ഓരോ ചിക്കനിൽ നിന്നും ഇറങ്ങുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. പിന്നെ ഒരുപാട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഞാനൊരു 10-15 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം അത് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കിയപ്പം ഒരുപാട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് പിന്നെ ഒന്ന് 2-3 വട്ടം ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വെള്ളം നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഒരല്പം ചാറ് വേണമെങ്കിൽ ഈ ഒരു രീതിക്ക് എടുക്കാം. ഡ്രൈ വേർഷനാണ് വേണമെങ്കിൽ തുറന്ന് വെച്ച് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ഒരു കറിക്ക് നിങ്ങൾക്ക് ടേസ്റ്റ് ഇല്ലയെന്ന് വിചാരിക്കരുത്. ഇത് നല്ല രുചിയുണ്ട്. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന വെളുത്തുള്ളിയുടെ ആണോ നാരങ്ങയുടെ ആണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ റെസിപ്പി തന്നെയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ്. കാരണം ഇതിനകത്ത് ഒട്ടും തന്നെ ഓയിലോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്